പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. നാളെ പരിഷ്കരിച്ച GST നിരക്കുകൾ നിലവിൽ വരുന്നതിന് മുന്നോടിയായാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോകുന്ന ബി ബാലഗോപാലുണ്ട്. ബാലു, വളരെ പ്രധാനപ്പെട്ട നികുതി പരിഷ്കരണമാണ് സംഭവിച്ചിരിക്കുന്നത്. GST നിരക്കുകളിലെ കുറവ് വരുന്നു, അത് നിലവിൽ വരുന്നു. അതിന് മുന്നോടി ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ, അതോ ഇതേക്കുറിച്ചുള്ള വിശദീകരണമാണോ? സർക്കാരിൽ നിന്ന് അത്തരം വിവരങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? രതീഷ്, ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് മാത്രമാണ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് ആ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് അദ്ദേഹം ഈ അഭിസംബോധനയിൽ വ്യക്തമാക്കാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ആ വാർത്താക്കുറിപ്പിൽ പുറത്തു വന്നിട്ടില്ല. ഏതായാലും പ്രധാനമന്ത്രി വൈകിട്ട് 5 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഈ GST നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. GST നിരക്കുകളിൽ ഉണ്ടായിരിക്കുന്ന ഈ പരിഷ്കരണം കാരണം പൊതുജനങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള, അതായത് ദൈനംദിനം വാങ്ങുന്ന പല നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില വലിയ തോതിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ ഈ അഭിസംബോധനയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും ഈ GSTയുടെ പരിഷ്കരണം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ അഭിസംബോധന ഈ GST പരിഷ്കരണത്തിൻ്റെ പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് നടത്തുന്നതെന്നാണ് എന്ന ഒരു വിലയിരുത്തലിൽ പൊതുവെ എത്തിച്ചേർന്നിട്ടുള്ള ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഈ ആഴ്ച, അതായത് വരുന്ന ആഴ്ച ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിനു മുൻപോടിയായി തന്നെ GST നിരക്ക് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഈ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ഈ അഭിസംബോധന ചെയ്യുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും 5 മണിക്ക് ഈ പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗികമായ ഈ അഭിസംബോധന പ്രസംഗം ആരംഭിക്കുന്നതായിരിക്കും.